ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. ഓവൻ വേണ്ട, ബീറ്ററും വേണ്ട. കുറഞ്ഞ ചെലവിൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എത്നിക് ഫുഡ് കോർട്ട് വിശദീകരിക്കുന്നു. ആവശ്യമായ സാധനങ്ങൾ: മൈദ 1 കപ്പ്, കൊക്കോ പൗഡർ 3 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടേബിൾ സ്പൂൺ, വാനില എസൻസ് 1 ടേബിൾ സ്പൂൺ, മുട്ട 4 എണ്ണം, പൊടിച്ച പഞ്ചസാര 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, വൈപ്പിംഗ് ക്രീം പൗഡർ 200 ഗ്രാം, പാൽ 400 ml, പഞ്ചസാര 1/4 കപ്പ്, വെള്ളം 1/2 കപ്പ്, ചെറി 25 എണ്ണം, ചോക്ലേറ്റ് ബാർ അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുട്ട പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കുക. 1 സ്പൂൺ കൊണ്ട് ബീറ്റ് ചെയ്യുക. നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. അപ്പോൾ ക്രീമിൻ്റെ കളറായി വരും. അങ്ങനെ വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കുക. എന്നിട്ട് നന്നായി ഒന്നും കൂടി പതപ്പിച്ചെടുക്കുക. ഇനി വേറൊരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു അരിപ്പ വയ്ക്കുക. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദാപ്പൊടിയും കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും 1 നുള്ളു ഉപ്പും ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കുക. ഈ സാധനങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി മുട്ടയും പഞ്ചസാരയും ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഈ മിക്സ് ചെയ്ത പൗഡറുകളെല്ലാം ചെറുതായി അതിലേക്ക് യോജിപ്പിച്ചു കൊടുക്കുക. ഇളക്കുക. നന്നായിട്ട് കുറേശ്ശെ ഇട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഈ മിശ്രിതം നമുക്ക് വേവിച്ചെടുക്കണം. ഉൾക്കട്ടിയുള്ള പാത്രമാണ് വേവിക്കാൻ എടുക്കേണ്ടത്. ഇതിലേക്ക് കുറച്ച് എണ്ണ തേക്കുക. ഇത് മിശ്രിതം വെന്ത് കഴിയുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് കേക്കിൻ്റെ മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് എയർ ഹോൾസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ഇനി നല്ലതുപോലെ അടയ്ക്കുക. നമുക്ക് ആദ്യം തീയുടെ മുകളിലായി ഒരു അലുമിനിയം തട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ പുറത്ത് കേക്ക് മിശ്രിതം വെച്ചിരിക്കുന്ന പാത്രം അതിലേക്ക് ഇറക്കി വയ്ക്കുക. ചെറുതീയിൽ 25 മിനിറ്റ് വേവിക്കണം. വെന്തോന്ന് നോക്കാനായിട്ട് ഒരു ടൂത്ത്പിക്ക് വെച്ച് കേക്കിൻ്റെ ഉള്ള് വെന്തോന്ന് നോക്കുക. വെന്ത് കഴിഞ്ഞ് അതിൻ്റെ ചൂട് മാറിയതിന് ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. ഒരു വിസ്കും ബൗളും എടുക്കുക. 1 മണിക്കൂർ മുന്നേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം എടുക്കാൻ. 200 ഗ്രാം വൈപ്പിംഗ് ക്രീം പൗഡർ ഉപയോഗിച്ച് വൈപ്പിംഗ് ക്രീം ഉണ്ടാക്കാം. ഒരു ബൗൾ എടുക്കുക. ആദ്യം വൈപ്പിംഗ് ക്രീം പൗഡർ അതിലേക്ക് ഇടുക. 400 മില്ലി പാൽ അതിലേക്ക് ഒഴിക്കുക. നന്നായിട്ട് അടിച്ചെടുക്കുക. ക്രീം പരുവം ആകുമ്പോൾ വരെ അടിച്ചെടുക്കേണ്ടതാണ്. മാക്സിമം ഇത് 45 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കണം. കേക്ക് പുറത്തെടുത്ത് 3 ലെയറായി നമുക്ക് കട്ട് ചെയ്യാം. ഇനി നമ്മൾ ലെയറാക്കിയ കേക്കിലേക്ക് ഷുഗർ സ്ട്രിപ്പ് തേക്കേണ്ടതാണ്. അതിനുവേണ്ടി ആദ്യം ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വയ്ക്കുക. പാത്രത്തിലേക്ക് പഞ്ചസാര ഇടുക. പഞ്ചസാര അലിയുന്നത് വരെ ഇതിന് 1 സ്പൂൺ കൊണ്ട് ഇളക്കുക. ഏകദേശം 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അലിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി അലിയിക്കുക. അലിഞ്ഞു കഴിഞ്ഞാൽ ഈ സിറപ്പ് നന്നായി തണുക്കാൻ വയ്ക്കുക. ഇനി കേക്കിൻ്റെ ലെയറിലേക്ക് ഇത് തേച്ച് കൊടുക്കാം. ആദ്യ ലെയറിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സ്ട്രിപ്പ് നന്നായിട്ട് തേച്ച് കൊടുക്കുക. അടുത്തത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം തേക്കുക. ഇങ്ങനെ 3 ലെയറുകൾ അടുക്കി വയ്ക്കുക. ഇനി ബാക്കി ക്രീമുകളെല്ലാം ചേർത്ത് കേക്കിനെ നന്നായിട്ട് കവർ ചെയ്ത് എടുക്കുക. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഇതിൻ്റെ പുറത്തേക്ക് ഇടുക. ബാക്കി ക്രീമും വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അലങ്കരിച്ചെടുക്കാം. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡിയായി. ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഈസിയായ കേക്കാണ്. എല്ലാവരും പരീക്ഷിച്ചു നോക്കണം. ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ. ഇത് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എത്നിക് ഫുഡ് കോർട്ട്.